കാൺപൂരിലെ ആ കോടതി മുറ്റത്ത് അന്ന് അസാധാരണമായൊരു നിശബ്ദത താളം കെട്ടിനിന്നു. ഒരു നിമിഷം മുൻപ് വരെ തിരക്കിലും ബഹളത്തിലുമായിരുന്ന ആ പരിസരം ഒരു 23 വയസ്സുകാരൻ്റെ ജീവൻ നിലച്ച നിമിഷം ഞെട്ടലോടെ തറഞ്ഞു നിന്നു. പ്രിയാൻഷു ശ്രീവാസ്തവ എന്ന ആ യുവ അഭിഭാഷകൻ ജീവിതത്തിൻ്റെ നല്ല കാലത്ത് കോടതി കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുമ്പോൾ അയാളുടെ മനസ്സിൽ ഒരുപക്ഷെ തെളിഞ്ഞത് കാലങ്ങളായി നീറിപ്പുകഞ്ഞ ഓർമ്മകളും തകർന്നുപോയ സ്വപ്നങ്ങളുമായിരിക്കാം. പക്ഷേ അയാൾ മരിക്കും മുൻപ് സമൂഹത്തോട് ചിലത് പറഞ്ഞു. ഒരു വാട്സപ്പ് സ്റ്റാറ്റസായി മാറിയ കണ്ണുനീരിൽ കുതിർന്ന് ഒരു ആത്മഹത്യാക്കുറിപ്പും. സ്വന്തം പിതാവിൽ നിന്ന് വർഷങ്ങളായി താൻ അനുഭവിക്കുന്ന ക്രൂരമായ മാനസികവും ശാരീരികവുമായ പീഡനങ്ങളാണ് തന്നെ ഈ കടും കൈയിലേക്ക് നയിച്ചതെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആ 23 വയസ്സുകാരൻ ഒരു സാധാരണ വാട്സപ്പ് സ്റ്റാറ്റസായി അയാൾ പങ്കുവച്ച ആ 2 പേജുള്ള കുറിപ്പ് ഒരു ഞെട്ടലായി സമൂഹ മനസ്സാക്ഷിയിൽ പതിഞ്ഞു. മക്കളെ അമിതമായി പീഡിപ്പിക്കരുത്. ഈ വാക്കുകളിലൂടെ അയാൾ ഉയർത്തിയ ചോദ്യം ഓരോ മാതാപിതാക്കളുടെയും ഹൃദയത്തിൽ തട്ടുന്ന ഒന്നായി മാറി. തൻ്റെ കുട്ടിക്കാലം മുതൽ അനുഭവിച്ച അതിശക്തമായ സമ്മർദ്ദങ്ങളും പീഡനങ്ങളും പ്രിയാൻഷു ആ കത്തിൽ വിവരിക്കുന്നുണ്ട്. പിതാവിൻ്റെ ക്രൂരമായ ശിക്ഷകളും തൻ്റെ ഇഷ്ടങ്ങളെ തകർത്തെറിഞ്ഞ നിർബന്ധിത തീരുമാനങ്ങളും തന്നെ എങ്ങനെയാണ് മാനസികമായി തകർത്തതെന്ന് അയാൾ തുറന്നു പറയുന്നു. കത്തിലെ ചില വരികൾ ആരുടെയും ഉള്ളുലയ്ക്കുന്നതാണ്. ആരോടും ചോദിക്കാതെ ഫ്രിഡ്ജിൽ നിന്ന് ഒരു മാംഗോ ജ്യൂസ് എടുത്തപ്പോൾ എനിക്ക് വെറും 6 വയസ്സായിരുന്നു. അതിൻ്റെ പേരിൽ എന്നെ വസ്ത്രമഴിച്ച് വീടിന് പുറത്താക്കി. ഒരു 6 വയസ്സുകാരൻ്റെ മനസ്സിൽ ഈ അനുഭവം എത്രമാത്രം മുറിവേൽപ്പിച്ചിട്ടുണ്ടാകാം എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. മാതാപിതാക്കൾ മക്കളോട് കർക്കശമായി പെരുമാറണമെന്ന് എനിക്കറിയാം. പക്ഷെ അതവരുടെ ശ്വാസം മുട്ടിക്കുന്ന രീതിയിലാകരുത്, പ്രിയാൻഷു കുറിച്ചു.